ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് കസ്റ്റം റോമിനെ കുറിച്ചാണ്. കസ്റ്റം റോം എന്താണ്? കസ്റ്റം റോം നമുക്ക് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും? കസ്റ്റം റോമിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? കസ്റ്റം റോമിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അതിനോടൊപ്പം എങ്ങനെ കസ്റ്റം റോം നമ്മളുടെ ഫോണിൽ ഫ്ലാഷ് ചെയ്യാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ആ പേജും ലൈക്ക് ചെയ്യുക. രണ്ട് ഫേസ്ബുക്ക് പേജുകളുടെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ആദ്യം നമുക്ക് റോം എന്താണെന്ന് നോക്കാം. അതായത് റീഡ് ഓൺലി മെമ്മറി, ROM, റോം. നമ്മളിപ്പോൾ ഒരു പുതിയ ആൻഡ്രോയിഡ് ഫോൺ വാങ്ങുകയാണെങ്കിൽ അതിൽ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം ജെല്ലി ബീൻ, അല്ലാന്നുണ്ടെങ്കിൽ കിറ്റ്കാറ്റ്, ലോലിപോപ്പ്, മാഷ്മെലോ, അങ്ങനെ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കാം. അത് നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ തന്നെ കാണും. അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഡേറ്റകൾ റോമിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഫോണിൽ ലഭിക്കുന്ന ഒറിജിനൽ റോം. എന്നാൽ ചില ഡെവലപ്പേഴ്സ് ഉണ്ട്, അവര് ഈ റോമിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി എഡിറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് പുതിയ ഫീച്ചറുകൾ ആഡ് ചെയ്ത്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിലുള്ള ചില ഫീച്ചറുകൾ മാറ്റി പുതിയ റോമുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനാണ് കസ്റ്റം റോം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒറിജിനൽ ആൻഡ്രോയിഡിന്റെ റോം എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡെവലപ്പേഴ്സ് പുതിയ ഒരു റോം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നൽകുന്നു. അത് കസ്റ്റം റോം ആണ്. അപ്പോൾ ഇത് ഒഫീഷ്യൽ ആൻഡ്രോയിഡ് റോമുമായിട്ട് ഒരു ബന്ധവും ഇതിനുണ്ടായിരിക്കത്തില്ല. ഇപ്പോൾ നമുക്ക് ഒറിജിനലായിട്ട് ആൻഡ്രോയിഡ് ഫോണിൽ ലഭിക്കുന്ന റോമുമായിട്ട് ഇതിനൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. ഇത് ഒറിജിനൽ ആയിരിക്കത്തില്ല. ഇത് ഏതെങ്കിലും ഡെവലപ്പേഴ്സ് അവരുടെ ഇഷ്ടത്തിന് ക്രിയേറ്റ് ചെയ്യുന്ന റോമുകളായിരിക്കും. എന്നാൽ ഇതിനൊരു പ്രത്യേകതയുള്ളത്, നമ്മൾ സാധാരണ ആൻഡ്രോയിഡ് മൊബൈലിൽ നമുക്ക് ലഭിക്കുന്ന ഒറിജിനൽ റോമിനേക്കാളും കൂടുതൽ ഫങ്ഷനാലിറ്റി ഇതിനുണ്ടായിരിക്കും. കൂടുതൽ വർക്കുകൾ നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. കൂടുതൽ ഫീച്ചറുകൾ നമുക്ക് ഈ റോമിൽ ലഭിക്കും, അതായത് കസ്റ്റം റോമിൽ ലഭിക്കും. ഇനി എങ്ങനെ കസ്റ്റം റോം നമ്മളുടെ ഫോണിൽ ഫ്ലാഷ് ചെയ്യാൻ സാധിക്കും? അതിനായിട്ട് ആദ്യം നമ്മളുടെ ഫോൺ റൂട്ടഡ് ആയിരിക്കണം. റൂട്ടഡ് ഫോണുകളിൽ മാത്രമേ നമുക്ക് കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പല സുഹൃത്തുക്കളും ചോദിക്കുന്നതാണ്, എൻ്റെ ഫോൺ റൂട്ടഡ് അല്ല, എനിക്ക് കസ്റ്റം റോമുകൾ ഇതിൽ ഫ്ലാഷ് ചെയ്യാൻ സാധിക്കുമെന്ന്. റൂട്ടഡ് ഫോണുകളിലെ കസ്റ്റം റോം ഫ്ലാഷ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മളുടെ ഫോൺ റൂട്ടഡ് ആയിരിക്കണം. സെക്കൻഡ്, നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഒരു കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ആയിരിക്കണം. അതായത് കസ്റ്റം റിക്കവറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ സ്റ്റോക്ക് റിക്കവറി ഉണ്ടായിരിക്കും, പ്രീ ലോഡഡ് ആയിട്ടുള്ള റിക്കവറി ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫോൺ റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും, പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഫംഗ്ഷനുകൾ നമുക്ക് കസ്റ്റം റിക്കവറിയിൽ നിന്നും ചെയ്യാൻ സാധിക്കും. എന്നാൽ കസ്റ്റം റിക്കവറി ഒരു സാധാരണ യൂസർ ഓപ്പൺ ആക്കി അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാറില്ല. എന്നാൽ ഇതേപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോണിൽ ചെയ്യണമെങ്കിൽ, കസ്റ്റം റോം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ആദ്യം നിങ്ങൾ റൂട്ട് ചെയ്യണം. അതിനുശേഷം കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യണം. കുറെ ടൈപ്പിലുള്ള കസ്റ്റം റിക്കവറികൾ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കസ്റ്റം റിക്കവറിയാണ് CWM റിക്കവറി, TWRP റിക്കവറി, അങ്ങനെ തുടങ്ങി കുറെ റിക്കവറികൾ നിങ്ങൾക്ക് ലഭിക്കും. കസ്റ്റം റിക്കവറി ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് റിക്കവറികളാണ്, TWRPയും അതേപോലെ CWM റിക്കവറിയും. TWRP ഒരു ടച്ച് ബേസ്ഡ് റിക്കവറിയാണ്. ഫോൺ റൂട്ടഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതേപോലെ കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കസ്റ്റം റിക്കവറി ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കൂ, അതായത് കസ്റ്റം റോം നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കസ്റ്റം റോം ഉണ്ടായിരിക്കണം നമ്മളുടെ ഫോണിലേക്ക് ഫ്ലാഷ് ചെയ്യാനായിട്ടുള്ളത്. അതിപ്പോൾ നിങ്ങളുടെ ഫോണിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കസ്റ്റം റോം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഫോണിന്റെ മോഡല്, അതുപോലെ നിങ്ങളുടെ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്ന ആൻഡ്രോയിഡ് വേർഷൻ, അതിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കസ്റ്റം റോമുകൾ ഉണ്ടായിരിക്കും. അതിപ്പോൾ സൈനജൻ മോഡ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കസ്റ്റം റോമാണ്. ഒട്ടുമിക്ക മോഡലുകൾക്ക് വേണ്ടിയും ആൻഡ്രോയിഡ് വേർഷന് വേണ്ടിയും കസ്റ്റം റോമുകൾ സൈനജൻ മോഡിൽ ലഭിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിന് വേണ്ട കസ്റ്റം റോംസ് സെലക്ട് ചെയ്യണം, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. കസ്റ്റം റോം നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകളിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഇതിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് SDA ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. വെരിഫൈഡ് ആയിട്ടുള്ള കസ്റ്റം റോമുകൾ നിങ്ങൾക്ക് SDA ഡെവലപ്പേഴ്സിൽ നിന്ന് കിട്ടും. അവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുക. അവിടെ നിങ്ങളുടെ ഫോണിന് ആവശ്യമായിട്ടുള്ള പർട്ടിക്കുലർ നിങ്ങളുടെ ഫോണിന് വേണ്ടി മാത്രമുള്ള കസ്റ്റം റോം അവിടെ ലഭിക്കും. അത് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഫ്ലാഷ് ചെയ്യണം. അതിപ്പോൾ ജെല്ലി ബീൻ യൂസ് ചെയ്യുന്ന ഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് മാഷ്മെലോയിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ജെല്ലി ബീനിലുള്ള ഫോണുകൾക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഇനിയും പുതിയ അപ്ഡേഷനുകളൊന്നും തന്നെ ലഭിക്കത്തില്ല. ആ ഫോണുകളിലൊക്കെ നമുക്ക് മാഷ്മെലോ അല്ലാന്നുണ്ടെങ്കിൽ ലോലിപോപ്പ് വേർഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന റോമിന്റെ
താഴെ നിങ്ങൾക്ക് കമന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ആ കമന്റ്സ് നോക്കുക, എന്തെങ്കിലും ബഗ്സ് ഉണ്ടോ, എന്തെങ്കിലും എറർ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കണം. അതിനുശേഷം കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഫോണിൽ ഫ്ലാഷ് ചെയ്യാവൂ. ഓക്കെ, ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഫോണിൽ കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് ഗുണമാണ് നമുക്ക് ലഭിക്കുന്നത്, അതിനോടൊപ്പം തന്നെ എന്ത് ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഫോണ് ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓരോ കസ്റ്റം റോമിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരുപാട് പുതിയ ഫീച്ചറുകൾ ആഡ് ചെയ്തായിരിക്കും കസ്റ്റം റോമുകൾ ലഭിക്കുന്നത്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മളുടെ ഫോണിനെ മോഡിഫൈ ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇഷ്ടമുള്ള വേർഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ ലോലിപോപ്പിൽ വർക്ക് ചെയ്യുന്നതാണ് മാഷ്മെലോയിലാക്കാം, മാഷ്മെലോയിൽ വർക്ക് ചെയ്യുന്ന ആണെങ്കിൽ നോഗട്ടിലാകാം. അങ്ങനെ ഏത് വേർഷനിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനെ മാറ്റാൻ സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് ആണ്. എന്നാൽ അഡ്വാൻറ്റേജസിന്റെ കൂടെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. ഇതിന്റെ ഡിസ്അഡ്വാൻറ്റേജസിൽ ആദ്യം പറയുകയാണെങ്കിൽ, നമ്മൾ കറക്റ്റ് റോം അല്ല ഫ്ലാഷ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണ് ബൂട്ട് ലൂപ്പിലായിട്ട് സ്ട്രക്കായി പോകാൻ സാധ്യതയുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ്. കാരണം നമ്മുടെ ഫോണ് ഇപ്പം ബൂട്ട് ലൂപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഓൺ ആകത്തില്ല. ഫോൺ ഓൺ ആക്കി കഴിയുന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾ സാംസങ്ങിന്റെ ഫോണാണ് യൂസ് ചെയ്യുന്നത്, സാംസങ്ങിന്റെ ലോഗോ ആദ്യം എഴുതി വരും. അതിനുശേഷം ഫോണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ബൂട്ട് ലോഡർ ബൂട്ട് ചെയ്യാനുള്ള സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. അതിന്റെ ഫയലുകളൊക്കെ കണ്ടുപിടിച്ച് ബൂട്ട് ചെയ്യാനുള്ള സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ തെറ്റായിട്ടുള്ള റോമാണ് ഫ്ലാഷ് ചെയ്യുന്നതെങ്കിൽ ഈ ബൂട്ട് ലോഡർ എറർ ആവും. അതിനുശേഷം ഇത് ബൂട്ട് ആകത്തില്ല, ഈ ലോഗോ വരും. അതിനുശേഷം വീണ്ടും ഇത് റീസ്റ്റാർട്ട് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിത് റോം ഫ്ലാഷ് ചെയ്യുന്ന വഴിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഫോൺ ഓൺ ആകത്തില്ല. അത് ഇതിന്റെ ഏറ്റവും വലിയൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കറക്റ്റ് റോം ആണെങ്കിൽ മാത്രം, അതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ പണിക്ക് ഇറങ്ങി പുറപ്പെടാവൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണ് ഇതുപോലെ ബൂട്ട് ലൂപ്പിലായി സ്ട്രക്കായി പോകാൻ സാധ്യതയുണ്ട്. അടുത്ത നമ്മൾ റോം ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അതൊരു സ്റ്റേബിൾ റോം അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. ചിലപ്പോൾ ക്യാമറ വർക്ക് ചെയ്യത്തില്ല, ഗാലറി ഓപ്പൺ ആകത്തില്ല, സെറ്റിംഗ്സ് ഓപ്പൺ ആകത്തില്ല. അപ്പോൾ അത് സ്റ്റേബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു റോം ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ കമന്റ്സ് വായിച്ച് നോക്കുക. അത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തവർ അതിനെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കിയതിനു ശേഷം മാത്രമേ നിങ്ങളുടെ ഫോണിൽ ഫ്ലാഷ് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത ഒരു ഡിസ്അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, പലരും റോം ഫ്ലാഷ് ചെയ്യും. റോം ഫ്ലാഷ് ചെയ്തതിനു ശേഷം ജി ആപ്സ് ഫ്ലാഷ് ചെയ്യാൻ സാധിക്കാതെ വരും. ജി ആപ്സ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിന്റെ ആപ്ലിക്കേഷനുകൾ, ഗൂഗിളിന്റെ പ്രോഡക്റ്റ്, പ്ലേ സ്റ്റോർ തുടങ്ങി അങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും, ഗൂഗിളിന്റെ ആപ്ലിക്കേഷനുകളൊന്നും തന്നെ കസ്റ്റം റോമിൽ ഉണ്ടായിരിക്കത്തില്ല. അതിന്റെ കൂടെ നമ്മൾ ജി ആപ്സ് ഫ്ലാഷ് ചെയ്യണം. ജി ആപ്സ് ഓരോ കസ്റ്റം റോമിന് വേണ്ടിയുള്ള ജി ആപ്സും നമുക്ക് അതിനോടൊപ്പം തന്നെ ലഭിക്കും. അത് കറക്റ്റായിട്ട് ഫ്ലാഷ് ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റോം ഫ്ലാഷ് ആവും. അതിനുശേഷം നമ്മൾ ഫോൺ ഓൺ ആയി കഴിയുമ്പോൾ നമ്മുടെ ഫോണിലെ ഗൂഗിളിന്റെ ഒരു പ്രൊഡക്റ്റും കാണത്തില്ല. അതായത് പ്ലേ സ്റ്റോർ തുടങ്ങി ഒരു ആപ്ലിക്കേഷനും അതിന്റെ അതിൽ ഗൂഗിളിന്റെ ആപ്ലിക്കേഷൻ ഫോണിൽ കാണത്തില്ല. അപ്പോൾ കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനോടൊപ്പം ജി ആപ്സ് ഫ്ലാഷ് ചെയ്യാൻ മറന്നു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാതെ വന്നാൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നല്ല, അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകും. നമുക്ക് ഗൂഗിളിന്റെ പ്രോഡക്ട്സ് ലഭിക്കത്തില്ല. മറ്റൊരു കാര്യം സംഭവിക്കാൻ സാധ്യതയുള്ളത്, നമ്മളിപ്പോൾ ഒരു റോം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ റോമിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കത്തില്ല. ആ സെയിം റോം തന്നെ പിന്നെ നമ്മളുടെ ഫോണിൽ കൊണ്ടു നടക്കേണ്ടി വരും, ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വളരെ റയറായിട്ട് സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് റോം എന്താണെന്ന് പറഞ്ഞു തന്നു, എവിടെ നിന്ന് ഈ റോം ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിനോടൊപ്പം തന്നെ റോം ഇൻസ്റ്റാൾ ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾ ഒത്തിരി തേർഡ് പാർട്ടി വെബ്സൈറ്റുകളൊന്നും സെർച്ച് ചെയ്യാതെ ST ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ട്രസ്റ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റ്, വെരിഫൈഡ് ആയിട്ടുള്ള റോം നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. ഒരുപാട് ഡെവലപ്പേഴ്സ് ഉള്ള ഒരു വെബ്സൈറ്റ് ആണ്. അവിടെ നിങ്ങൾക്ക് ഇതൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, കറക്റ്റ് റോം ഫ്ലാഷ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഡെഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഇതിനു മുമ്പ് കുറെ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു, 8ഓളം വീഡിയോകൾ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോകളിൽ എങ്ങനെ കസ്റ്റം റോം ഇൻസ്റ്റാൾ ചെയ്യാം, റിക്കവറി ഇൻസ്റ്റാൾ ചെയ്യാം, അങ്ങനെ പല പല റോമുകൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത്, ലോലിപോപ്പ്, അതിനോടൊപ്പം തന്നെ മാഷ്മെല്ലോ തുടങ്ങിയ റോം മാറി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ പല വീഡിയോകളിൽ കാണിച്ചിരുന്നു. ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കും. 1 by 1 ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതിൽ പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചിരുന്നു, അവരുടെ ഫോണിന്റെ മോഡൽ എഴുതിയിട്ട് അതിന്റെ റോം ഫ്ലാഷ് ചെയ്യുന്നത് കാണിച്ചു തരാൻ. അങ്ങനെ എനിക്ക് കാണിച്ചു തരാൻ സാധിക്കത്തില്ല. കാരണം ഓരോ ഫോണിനും ഓരോ റോം ആയിരിക്കും, ഓരോ മോഡലിന് ഓരോ റോം ആയിരിക്കും. ഓരോന്നും ഫ്ലാഷ് ചെയ്യുന്ന രീതി ഒരു പക്ഷേ ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന റോമിനോടൊപ്പം തന്നെ അത് ഫ്ലാഷ് ചെയ്യേണ്ട രീതിയും അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിന് വേണ്ടത് ഡിഫറെന്റ് ആയിട്ടുള്ള റോമാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ ആ റോം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്.
അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം റോം ഫ്ലാഷ് ചെയ്യുക. അതിനുശേഷം കുറെ സുഹൃത്തുക്കൾ ചോദിച്ച കാര്യമാണ്, ഒരു ഫോണിൽ എത്ര പ്രാവശ്യം റോം ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഫോൺ റൂട്ട് ചെയ്യാനോ അൺറൂട്ട് ചെയ്യാനും സാധിക്കും. അപ്പൊ അതോടെ ഞാൻ ക്ലിയർ ചെയ്യാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും അത് ചെയ്യാൻ സാധിക്കും. ഞാൻ ആ റോം ഫ്ലാഷ് ചെയ്യുന്ന വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ആ ഫോൺ കുറഞ്ഞ ഒരു 20 പ്രാവശ്യമെങ്കിലും ഞാൻ അതിൽ പല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫ്ലാഷ് ചെയ്തതാണ്. മാഷ്മെല്ലോ, കിറ്റ്കാറ്റ്, ലോലിപോപ്പ്, ഏതൊക്കെ റോം നമുക്ക് ആ ഫോണിന് വേണ്ടി ലഭിക്കുമോ അതൊക്കെ ഞാൻ അതിൽ ഫ്ലാഷ് ചെയ്തതാണ്. സൈനജൻ മോഡ്, അങ്ങനെ കുറെ റോം ഞാൻ ആ ഫോണിൽ ഫ്ലാഷ് ചെയ്തതാണ്. എന്നാൽ അത് വർക്കിംഗ് കണ്ടീഷനിലാണ് ഇപ്പോഴും, അതിനൊരു കുഴപ്പമില്ല. അപ്പോൾ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എത്ര റോം വേണമെങ്കിലും നമുക്ക് ഫ്ലാഷ് ചെയ്യാം. ഞാനത് കണക്കില്ലാതെ ആ ഫോണ് റീസ്റ്റോർ ചെയ്ത ഒരു ഫോണാണ്. എത്ര പ്രാവശ്യം റീസ്റ്റോർ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. ബട്ട് അതിനൊരു പ്രോബ്ലവും ഇതുവരെ ഇല്ല. പ്രോപ്പറായിട്ട് ആ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്, റൂട്ട് ചെയ്തതിന് ശേഷം, ഞാൻ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് പോവുകയാണ്, റൂട്ട് ചെയ്തതിന് ശേഷം ഫോണില് ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കുമെന്ന്. അതായത് ഫോൺ റൂട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റ് ലഭിക്കത്തില്ല, ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ലഭിക്കത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ വരാൻ സാധ്യതയുള്ള ഫോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് ഗൂഗിളിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യാതിരിക്കുക. റൂട്ട് ചെയ്തതിനു ശേഷം അങ്ങനെ അപ്ഡേറ്റുകൾ ലഭിക്കത്തില്ല. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഇങ്ങനെ എഴുതി ചോദിക്കാറുണ്ട് ഈ റോം ഫ്ലാഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സുകൾ. നിങ്ങൾക്ക് അതിലേക്ക് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ റോം ഫ്ലാഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സ് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.